ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വണ്ടിയുമായിട്ട് വന്നോളൂ. എന്ന സമയത്ത് വരുമോ അതും ഇല്ല. 4 മണിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് 5 മണിക്ക് വരുന്നവൻ, 5:30 വരുന്നവൻ. പതിവിലും വിരുദ്ധമായി വളരെ നേരത്തെയാണ് യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 4 മണിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, എല്ലാവരും എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു. പിന്നെ 5 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീടെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുട്ടിക്കാനം വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂർ ദൂരം യാത്രയുണ്ട്. അത് സ്പീഡിൽ പോയാലാണെങ്കിലും കുറച്ച് സ്പീഡിൽ പോയാലാണെങ്കിലും ഒരു 2-2.25 മണിക്കൂർ എന്താണേലും എടുക്കും. പിന്നെ റൈഡ് എക്സ്പീരിയൻസ് ചെയ്ത് അല്ല ആ ഒരു എൻജോയ്മെൻറ്റിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം കൂടുതലായി എടുക്കും. നല്ല സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ സമയങ്ങളെടുത്തേ പോകാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് കാണുന്ന ചായക്കടകളിൽ നിന്ന് ചായയും കുടിച്ച് തിരികെ പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. പിന്നെ കൂടെ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോൾ ആ ഒരു യാത്രയ്ക്കുള്ള മാതിരി കൂടത്തേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കല്യാണത്തണ്ടിലേക്കാണ്. കല്യാണത്തണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നീലക്കുറിഞ്ഞികളുടെ നാട്ടിലേക്ക്, ഇടുക്കിയിലെ മലകളിലേക്ക് ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാനായിട്ട് പോവുകയാണ്. മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് ഭയങ്കര ഫേമസ് ആണ്, കുറേ സിനിമകളിലൊക്കെ ലൊക്കേഷനായിട്ടുണ്ട്. വളഞ്ഞെങ്ങാനം അവിടെ നിന്നൊരു ചായ കുടിക്കുന്നത് നിർബന്ധമാണ്. അവിടെ നിന്ന് ചായ കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതുവരെ ചവച്ചുകൊണ്ടിരിക്കുന്ന ബൗൾക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വരാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും ബുദ്ധി പിടിച്ച കുറേ എണ്ണങ്ങൾ അവിടെ ഉണ്ട്. അത് പിടിച്ചതെങ്കിൽ തിന്നും. ഈ വെള്ളച്ചാട്ടം കണ്ട് ഇതിൻ്റെ മുന്നിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റും. അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഇങ്ങനെ പോയാൽ എപ്പോൾ അങ്ങനെ കുറച്ച് സ്പീഡാക്കാം. എൻ്റെ ജോലി എന്നാൽ പിന്നെ തലയ്ക്ക് വിടാൻ പറ്റും. പതുക്കെ പോടാ. അക്കാണും വരുമ്പോ കയറാം. കുട്ടിക്കാനത്തിൻ്റെ ഗ്യാപ്പ് റോഡ് ഇതാ ഫോട്ടോഷൂട്ടിനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. പുറകെ TJ93യും ടോണി വർഗീസും നിർത്തിയിരിക്കുകയാണ്. ആണോ? കണ്ടോ? അപ്പൊ കിറ്റെല്ലാം വാങ്ങണ്ട വന്നേനെ. ഒരു ഹിമാലയത്തിലുള്ള പൈസ പോയ കണ്ടോ? അമ്മയോട് പറയാണ്ട് ട്രിപ്പ് വന്ന കുട്ടിക്കാനത്ത് നിന്നിട്ട് വിളിച്ച് പറയുന്ന അമ്മയോട് പറഞ്ഞേക്കണം ഞാൻ ട്രിപ്പിലാന്ന്. വമ്പൻ ഷൂട്ടൊക്കെ ആണല്ലോ നടക്കുന്നത്. മാറാ പോസ്റ്റ് പരിപാടി. 1000 സ്പീക്കർ അടിച്ചെടുത്തോ? എന്നാ പതുക്കെ പോരെ. നേരെയല്ലേ, വളവൊന്നുമില്ലല്ലോ. ഇയാൾക്കറിയാമോ ഇനി? ഇത് ഹിമാലയ അല്ലടാ, ഇത് കുട്ടിക്കാനോ.
കൊടുക്കും. കൊണ്ടോടി പുള്ളി അങ്ങ് എൻജോയ് ചെയ്ത് പോകാൻ തോന്നുന്നു. പുള്ളി ഇവിടുന്ന് രാജസ്ഥാനിൽ കൂടെ ഒരു വെയിലത്തൂടെ ഒക്കെ ഓടിച്ചിട്ട് ഇപ്പോഴാണ് തോന്നുന്നു മഞ്ഞ് കിട്ടുന്നത്. എന്താണ് താഴെയോ? ആ വഴിയാ പോകണ്ടേ? അല്ലല്ലോ, ഇതാണോ? ഈ വഴിയാണോ പോകണ്ടേ? പോടാ, ആ വഴി വാഗമണ്ണുള്ള വഴിയാ. നീ എന്നാ പറഞ്ഞേ ആദ്യം? നീലക്കുറിഞ്ഞി അല്ലെന്നോ? ആ, അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാവേ. എന്ത് നീലക്കുറിഞ്ഞാണോ എന്നാ കുറിഞ്ഞാണോ? നീലക്കുറിഞ്ഞി അല്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കുഴിമന്തിക്ക് ബെറ്റ്. നീലക്കുറിഞ്ഞി അല്ലെന്ന് പറയുവാണെങ്കിൽ ഞാൻ മേടിച്ചുതരാം. ആണെന്ന് പറയുവാണെങ്കിൽ നീ പറഞ്ഞു നമ്മൾ കുറിഞ്ഞിയാക്കുക. നീ ണ്ടോ നീലക്കുറിഞ്ഞിയാക്കുവോ? ഏലപ്പാറ കട്ടപ്പന റൂട്ടിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് നേരെ ഇടുക്കി റൂട്ടിലേക്ക് നേരെ ലെഫ്റ്റ്, നേരെ ചെല്ലുന്നത് വെള്ളയാംകുടി. വെള്ളയാംകുടിയിൽ നിന്ന് നേരെ നിർമ്മല സിറ്റി വ്യൂ പോയിന്റ്. അത് ചോദിച്ചാൽ മതി, നമുക്ക് നേരെ ചെല്ലാൻ പറ്റും. നിർമ്മല സിറ്റി വ്യൂ പോയിന്റ്. ആ, ഇപ്പൊ എല്ലാവരും കല്യാണത്തണ്ടെന്ന് പറയുന്നു. അത് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ കൂടുതലും ഈ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് ഈ നിർമ്മല സിറ്റി വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അവിടെയുള്ള ആൾക്കാരാണ് കൂടുതലും അറിയുന്നത്. എല്ലാ ആൾക്കാർക്കും ഇത് കല്യാണത്തണ്ടെന്ന് പറയുന്ന സ്ഥലമേ കൂടുതൽ അറിയത്തുള്ളൂ. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന്റെ ഒരു ആർച്ചുണ്ട്. അവിടെ നേരെ ഇടത്തെ സൈഡിലേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. ആ വഴി നേരെ കയറി ചെല്ലുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അപ്പൊ വഴി ഇതുവരെ ഉള്ളൂ? വഴി ഇതുവരെ ഉള്ളൂ. നിനക്ക് മാസമാണ് വേണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. റൈറ്റിലേക്കുള്ള വഴി പോയാൽ സമാധാനത്തിൽ പോയി നീലക്കുറിഞ്ഞി കാണും. ലെഫ്റ്റിലോട്ടാണെങ്കിലോ? ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. ഏതായാലും 2 ഹിമാലയം കൊണ്ടുവന്ന് നന്നായല്ലേ. ഇപ്പം ഇപ്പുറത്തോട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നവർക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ഓഫ് റോഡും ചാടി പോവാം. ചെറിയ പന്നിപ്പുളി നടത്തിയിട്ട് തിരിച്ചു വരികയും ഹിമാലയം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കണ്ട. അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് വരെ അടിപൊളിയാണ്, അടിച്ച് പൊളിച്ച് ഓടിക്കാം. ഹിമാലയൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതാകുമ്പോൾ പിന്നെ റോഡും ഓഫ് റോഡ് ആണെങ്കിലും എന്തും ചെയ്യാം, ഒരു സീനും ഇല്ല. ചാടി പൊക്കോളും. അങ്ങ് വരെ പോലെ അവിടെ എല്ലാവരും ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലവും. അതിനിടെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ എന്നോട് നല്ല കാറ്റുണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയാൻ. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോയത് നന്നായല്ലേ, ലെഫ്റ്റോട്ട് പോയേ. അതെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂ മാത്രമേ ഉള്ളായിരുന്നു, നീലക്കുറിഞ്ഞി മാത്രമല്ല ആൾക്കാരുടെ തിരക്ക് കാരണം ഒരു സമാധാനത്തിൽ ഫോട്ടോ പോലും എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആകെ ഉള്ള സമാധാനം എന്ന് പറയുന്നത് നല്ല കാറ്റാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷീണമൊന്നും അറിയാതെ നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറാനുമുണ്ട്. നല്ല വെയിലാണെങ്കിലും കുറച്ച് കാറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ മടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. നേരെ അങ്ങ് പോയാലും ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലെ പൂക്കളോ കാര്യങ്ങളൊന്നും അവിടെ ഞങ്ങൾ കണ്ടില്ല. ഇവിടെ പൂക്കളുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ വീഡിയോസിലൊന്നും കാണുന്ന പോലെ അത്ര
നീലക്കുറിഞ്ഞി അല്ലല്ലോ, എന്താ മേട്ടുകുറിഞ്ഞി എന്ന് അവര് പറഞ്ഞു. ഇത് അവിടെ അധികം ഒന്നുമില്ല, പിന്നെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ കുറച്ചേരം ഇരിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ വ്യൂസ് ഒക്കെ അടിപൊളിയല്ലേ? അതുകൊണ്ട് കാൽവരി മൗണ്ടിന്റെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ കുറിഞ്ഞിയുടെ ഇതെല്ലാം മുട്ടായിട്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ, മൊത്തം ഒന്നും വിരിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും കിട്ടാഞ്ഞത്. അതെ. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി അടുത്തത് ലൂസിഫർ.